വീട്ടിലെത്തുന്ന ഹീജു ആകട്ടെ നേരത്തെ സയോണുമായിട്ട് സംസാരിച്ച കോൾ റെക്കോർഡൊക്കെ കേട്ടു നോക്കുകയാണ്. അപ്പോഴാണ് ശരിക്കും അവൻ ആ ഒരു സംസാരത്തിൽ പേടിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ ഹീജുവും മനസ്സിലാക്കുന്നത്. സോ അവൾ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കുമാണ് സയോണും പെട്ടെന്ന് തന്നെ റൂമിലേക്കൊക്കെ കടന്നു വരുന്നത്. അവളും കിഡ്നാപ്പറുടെ ഫോണൊക്കെ ഒളിപ്പിച്ചും വെക്കുന്നു. അവനാകട്ടെ അവളുടെ കാറിന്റെ കീ ഒക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവളും അതൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ തന്നെ കാറൊക്കെ ചെക്ക് ചെയ്യുവാനായിട്ട് പാർക്കിംഗ് ഏരിയയിലേക്കും അവൻ പോകുന്നു. അവനും കാറൊക്കെ നോക്കുന്ന സമയത്താകട്ടെ ആക്സിഡന്റ് പറ്റിയതിന്റെ എല്ലാ ലക്ഷണവും കാറിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. മാത്രമല്ല, പിൻസീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്താകട്ടെ മുൻപിലത്തെ സീറ്റില് കത്തിവെച്ച് കുത്തിയിട്ടുള്ള പാടുകളും അവൻ കാണുന്നു. അവനെങ്ങാനും ക്യാമറ ചെക്ക് ചെയ്താലോ എന്ന് സംശയം തോന്നുന്ന ഹീജു ആകട്ടെ നേരെ പാർക്കിംഗ് ഏരിയയിലേക്ക് ഓടുന്ന സമയത്ത് അവനും ഡാഷ് ക്യാം ഒക്കെ ചെക്ക് ചെയ്യുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവള് സംസാരിക്കുമെന്ന കാര്യം അവൻ അറിയിക്കില്ലല്ലോ. പക്ഷെ ക്യാമറ ഒക്കെ വർക്കിംഗ് ആയിരുന്നെങ്കിൽ അവളുടെ സംസാരം എല്ലാം തന്നെ അതിൽ റെക്കോർഡ് ആയിട്ടുണ്ടാവും. സോ അവളും അങ്ങനെ പേടിച്ചൊക്കെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ പോലും ക്യാമറയിൽ ഒന്നും തന്നെ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കും ഒരു ബൈക്കൊക്കെ അവളെ ഇടിക്കുവാനായിട്ട് എത്തി കഴിയുമ്പോഴത്തേക്കും സയോണും അവളെ രക്ഷിക്കുന്നൊക്കെയുണ്ട്. നിനക്ക് ഞാൻ പുതിയ കാറൊക്കെ മേടിച്ചു തരാം, പിന്നെ നാളെ തൊട്ട് നീയും ജോലിക്കൊന്നും പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാലും മതി എന്നൊക്കെ സയോൺ പറയുന്നുണ്ടെങ്കിൽ പോലും അമ്മയും അവളുടെ അടുത്ത് ജോലിക്കൊന്നും പോകണ്ടെന്നായിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൾക്കും ജോലിക്കൊക്കെ പോകുവാനായിട്ടാണ് താല്പര്യം. മാത്രമല്ല, ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റീസിനെയും കൂടി കൂടെ കൂട്ടണമെന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും തന്നെ കേൾക്കാതെയൊക്കെ പോകുന്നു. പിന്നീടാകട്ടെ സയോണ് പാർക്കിനൊക്കെ കോൾ ചെയ്തിട്ട് ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നും ആ ഒരു സമയത്തുള്ള അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടുമോ എന്നുമൊക്കെ അന്വേഷിക്കുകയാണ്. സയോണും സയോന്റെ അമ്മയും കൂടി സംസാരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ സയോന്റെ അച്ഛൻ പ്രസിഡന്റായിട്ടൊക്കെ മത്സരിക്കേണ്ട ഒരു വ്യക്തിയാണല്ലോ. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ പേരിൽ ഒരുപാട് അഴിമതിയും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും തന്നെ പുറത്തറിയാതിരിക്കുവാനായിട്ട് അവർ ഒരുപാട് ശ്രദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു ന്യൂസ് ഒന്നും തന്നെ വെളിയിൽ അറിയാതെയൊക്കെ ഇരിക്കുവാനായിട്ടായിരുന്നു ചുങ്വോൺ ഡെയിലി ന്യൂസിന്റെ ചെയർമാന്റെ മകളെ തന്നെ വിവാഹം കഴിക്കുവാനായിട്ടൊക്കെ സയോന്റെ അടുത്തും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ മൂത്ത മകളെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും മൂത്ത മകൾ പോയി കഴിഞ്ഞ സമയത്താകട്ടെ ഇളയ മകളെ കല്യാണം കഴിക്കാമെന്നൊക്കെ അമ്മ തന്നെയായിരുന്നു തീരുമാനിച്ചിട്ടും ഉണ്ടായിരുന്നതെന്നാണ് അവനും ഇപ്പോൾ അമ്മയുടെ അടുത്തൊക്കെ പറയുന്നത്. കിഡ്നാപ്പർ ആരാണെന്നൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെയാണ് ഞങ്ങളുടെ ഈ ഒരു വിവാഹത്തെ കുറിച്ച് അറിയാവുന്നതെന്നൊക്കെ സയോൺ അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഇതുപോലെ സയോന്റെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ ഹീജുവിന്റെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ ഹീജുവിന്റെ സഹോദരിക്കുമാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അറിയാവുന്നതെന്നൊക്കെ അമ്മയും പറഞ്ഞു കൊടുക്കുന്നു. ഇനി ഹീജുവിനാകട്ടെ അന്നത്തെ ദിവസം വർക്കൊക്കെ ഉണ്ടായിരുന്നത് കോടതിയിലായിരുന്നു. അവിടെയും ചെറിയൊരു അടിപിടി കേസൊക്കെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതിലെ പ്രതിയെന്ന് സംശയിക്കുന്ന രീതിക്കുള്ള സ്ത്രീക്കാകട്ടെ സംസാരിക്കാനായിട്ടൊന്നും സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീജുവിന്റെ ഡയറക്ടറായിട്ടുള്ള ഹാനും കൂടി ചേർന്നിട്ട് അവരെ സഹായിക്കുവാനായിട്ടായിരുന്നു കോടതിയിലും എത്തിയത്. അവരാകട്ടെ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. സോ ചെറിയൊരു പ്രശ്നം മാത്രമേ അവർക്കിടയിൽ ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും അവർ ആ ഒരു പ്രശ്നമൊക്കെ വലുതാക്കിയിട്ട് കോടതി വരെയൊക്കെ എത്തിച്ചിരിക്കുകയാണ്. ഹീജുവിന്റെ കാറൊക്കെ പോയിട്ടുണ്ടായിരുന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പാർക്കും ചെക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അതിൽ നിന്നും അവനൊന്നും തന്നെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പോലീസിനെ കൂടി ഈ ഒരു കാര്യമൊക്കെ അറിയിച്ചാലോ എന്നൊക്കെ സയോന്റെ അടുത്ത് പാർക്ക് ചോദിക്കുമ്പോഴത്തേക്കും ഈ രാജ്യത്തുള്ള ആർക്കും തന്നെ എന്റെ വൈഫ് ആരാണെന്നുള്ള കാര്യം ഒന്നും തന്നെ അറിയിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ആരാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. സോ പോലീസിനെ ഈ ഒരു കാര്യത്തിലേക്കൊക്കെ ഇടപെടുത്തുകയാണെങ്കിൽ പിന്നീട് അത് അവൾക്ക് തന്നെ പ്രശ്നമായി തീരുന്നതായിരിക്കുമെന്നൊക്കെയാണ് സയോണ് പറയുന്നത്. ഹീജുവിന്റെ ബോഡി ഗാർഡും കോടതിയിലെ വർക്കൊക്കെ കഴിഞ്ഞുവെന്ന് സന അറിയിക്കുമ്പോഴത്തേക്കും അവളെ സുരക്ഷിതമായിട്ട് വീട്ടിലേക്ക് എത്തിക്കുവാനായിട്ടൊക്കെ ബോഡി ഗാർഡിന്റെ അടുത്തും അവൻ പറഞ്ഞിട്ടൊക്കെയുണ്ട്. ഹീജുവിന് വേണ്ടിയിട്ട് ടോയ്ലറ്റിന് വെളിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ബോഡി ഗാർഡും. അപ്പോഴാണ് നേരത്തെ കോടതിയിൽ നമ്മൾ കണ്ട കേസ് ഉണ്ടല്ലോ, അതിന്റെ അകത്തുള്ള ഹസ്ബൻഡും വൈഫും കോടതിയിൽ വെച്ച് അടി കൂടുന്നതൊക്കെ ബോഡി ഗാർഡും കാണുന്നത്. സോ അവരെ പിടിച്ചു മാറ്റുവാനായിട്ട് ബോഡി ഗാർഡ് കൂടി അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ പോവുകയാണ്. ഹീജും ടോയ്ലറ്റിൽ നിന്നും ഇറങ്ങുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആരോ ഒരാൾ അവളുടെ അടുത്തേക്കൊക്കെ വരുന്നതായിട്ട് അവൾ ശ്രദ്ധിക്കുന്നു. അതുപോലെ തന്നെ ബോഡി ഗാർഡും പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് ഹീജുവിനെ അന്വേഷിച്ച് ടോയ്ലറ്റിലേക്ക് എത്തുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും തന്നെ അവളെ കാണുന്നു കൂടിയില്ല. സോ ഹീജുവിനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്ന രണ്ട് ബോഡി ഗാർഡ്സും ഹീജുവിനെ അന്വേഷിച്ച് കോടതി മുഴുവൻ തപ്പുകയാണ്. താങ് ഒരു പ്രസന്റേഷൻ ഒക്കെ ചെയ്യുകയാണ്. ആ ഒരു മീറ്റിംഗിലാകട്ടെ സൺ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും ഹീജു മിസ്സിംഗ് ആയെന്നുള്ള കാര്യമൊക്കെ ബോഡി ഗാർഡ്സ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ സൗണ്ട് ഫുൾ ശ്രദ്ധ ഫോണിൽ തന്നെയായിരുന്നു. അപ്പോഴാണ് ബോഡി ഗാർഡ്സും ഹീജുവിനെ കണ്ടു എന്നും ഹീജു ഒരാണിന്റെ ഒപ്പമാണ് ഉള്ളതെന്നുമൊക്കെ അവനെയും അറിയിക്കുന്നത്. അവനെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്നായിരുന്നു അടുത്തതായിട്ട് സയോണും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഹീജുവിനെ കാണിക്കുകയാണ്. ഹീജു ഇപ്പോൾ ഉള്ളത് സംഗ്വുവിന്റെ അടുത്താണ്. അവരും അങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ബോഡി ഗാർഡ്സ് ആകട്ടെ അതിന്റെ ഫോട്ടോസും മറ്റുമൊക്കെ സയോണും അയച്ചു കൊടുക്കുന്നു. ഫോട്ടോ അയക്കുന്ന കൂട്ടത്തിലാകട്ടെ അവനെ കാണുവാൻ നല്ല സുന്ദരനാണെന്നൊക്കെ ആയിരുന്നു ബോഡി ഗാർഡ്സും അയച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് നിങ്ങൾ നിർത്തണം. നിങ്ങളെ ആകട്ടെ ഒരു സ്പൈ ആയിട്ടൊന്നുമല്ല ഞാൻ അവളുടെ കൂടെ അയച്ചിട്ടുള്ളത്, മറിച്ച് അവളെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ടാണെന്നായിരുന്നു അവന്റെ മറുപടി.
പക്ഷെ അതൊക്കെ കേൾക്കുന്ന ബോഡി ഗാർഡ് 2 ആകട്ടെ, "സാവൺ എന്നോടല്ലേ ചോദിച്ചത് അവനെ കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന്? അപ്പോൾ ഞാൻ ഫോട്ടോ അല്ലേ അയക്കേണ്ടത്? അതല്ലാതെ അവന് 2 കണ്ണുണ്ട്, ഒരു മൂക്കുണ്ട്, ഒരു വായുണ്ടെന്നൊക്കെയാണോ ഞാൻ പറയേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സാവോന്റെ അടുത്ത് ദേഷ്യപ്പെടുകയായിരുന്നു സെക്കൻഡ് ബോഡി ഗാർഡും. പക്ഷെ ഫസ്റ്റ് ബോഡി ഗാർഡ് ആകട്ടെ ഈ ഒരു സാൻവോനെ കണ്ട പാടെ തന്നെ അവൻ എന്റെ ടൈപ്പാണെന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്തൊരു ക്രഷൊക്കെ തോന്നിയിരിക്കുകയാണ്. 3 വർഷം മുമ്പാകട്ടെ പെട്ടെന്നൊരു ദിവസം നിന്നെ കാണാതായതായിരുന്നു. ഞാനും എവിടെയൊക്കെ നിന്നെ അന്വേഷിച്ചെന്നോ. അങ്ങനെയിരിക്കെ കഴിഞ്ഞ ഇടയ്ക്കായിരുന്നു ഞാനും ടിവിയിലൊക്കെ നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും നീ ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നതെന്നൊക്കെ സൈൻ ലാംഗ്വേജിൽ സാങ്ങുവും അവളോട് ചോദിക്കുകയാണ്. അവളും അവൻ നന്നായി തന്നെ സൈൻ ലാംഗ്വേജ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ അവനോട് പറയുന്നുമുണ്ട്. അവന് സംസാരിക്കുവാനായിട്ട് സാധിക്കും, സൈൻ ലാംഗ്വേജ് ഒക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും. പിന്നെ ഹീജു വർക്ക് ചെയ്യുന്ന അതേ സ്ഥലത്തൊക്കെ അവനും വർക്കൊക്കെ കിട്ടിയിരിക്കുകയാണ്. ക്രൈം കേസിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമൊക്കെയാണ് അവനും ചെയ്യുവാനായിട്ട് പോകുന്നതെന്നൊക്കെ ഹീജുവിനെയും അവൻ അറിയിക്കുന്നു. ഹീജുവും പിന്നീട് അവന്റെ നമ്പറൊക്കെ കൊടുത്തിട്ട് പോവുകയാണ്. എന്തായാലും ഹീജു സുരക്ഷിതമായിട്ട് വീട്ടിലെത്തി എന്നൊക്കെ ബോഡി ഗാർഡ്സും സവൺ അറിയിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് മീറ്റിംഗിലെ പ്രസന്റേഷനൊക്കെ അവനും ഒന്ന് മാറ്റി മാറ്റി നോക്കുന്നത്. ആ കൂട്ടത്തിലാകട്ടെ പ്രസിഡന്റിന്റെ ഓഫീസിൽ സൈൻ ലാംഗ്വേജ് ഒക്കെ അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ടെന്നൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാമെന്നൊക്കെ സയോണും പറയുന്നു. ഹീജുവിനെ കാണുവാനായിട്ട് ഹീജുവിന്റെ അമ്മ വീട്ടിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. സയോണും ഹീജുവും തമ്മിൽ നല്ല രീതിക്കൊന്നും അല്ല മുന്നോട്ട് പോകുന്നതെന്ന കാര്യം എല്ലാം തന്നെ അമ്മയ്ക്ക് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അവനെ സെഡ്യൂസ് ചെയ്യുവാനായിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ടായിരുന്നു അമ്മയും എത്തിയിട്ടുണ്ടായിരുന്നത്. നീയും സയോന്റെ ഒപ്പം സയോന്റെ വൈഫായിട്ടൊക്കെ നിൽക്കേണ്ടതായിട്ടുണ്ട്. അവന്റെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നീ അങ്ങനെ ഒന്നും തന്നെ ചെയ്തില്ല എങ്കിൽ നിന്റെ അച്ഛൻ ഇപ്പോൾ നേഴ്സിംഗ് റൂമിലൊക്കെ അല്ലേ ഉള്ളത്. അവിടെ നിന്നും ആളെ മാറ്റിയിട്ട് തെരുവിലേക്കൊക്കെ ഞാൻ അയാളെ പറഞ്ഞയക്കും. നിനക്ക് അച്ഛനോട് സ്നേഹമുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ചെയ്തേ മതിയാകൂ എന്നൊക്കെ ആയിരുന്നു ഹീജുവിന്റെ അടുത്തും അമ്മ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഹീജുവിനെ പല തവണയായിട്ട് ഇതുപോലെ അച്ഛന്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് അമ്മയും ഭീഷണിപ്പെടുത്തി ഓരോരോ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചെടുക്കാറുള്ളത്. അച്ഛനാണ് എന്റെ വീക്ക്നെസ്. ആ ഒരു വീക്ക്നെസ്സിൽ ആരെങ്കിലും തൊടുകയാണെങ്കിൽ ഞാനും ആകെ തകർന്നു പോകുന്നതായിരിക്കും. എങ്ങനെയും ഞാനതിനെ പ്രതിരോധിക്കാനായിരിക്കും ശ്രമിക്കുക എന്നൊക്കെ ഹീജുവും ഓർക്കുകയാണ്. ഹീജുവും അമ്മ കൊടുത്ത ഡ്രസ്സ് എല്ലാം തന്നെ ഇടുകയാണ്. പിന്നീടാകട്ടെ കിഡ്നാപ്പറുടെ ഫോണൊക്കെ എടുത്തതിന് ശേഷം ഒരിക്കൽ ഞാൻ ഈ ഒരു ജയിലിൽ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക എന്നൊക്കെ ഞാനും ആലോചിക്കാറുണ്ട് എന്നായിരുന്നു അവളും ഓർക്കുന്നത്. സാറിന്റെ അമ്മയാകട്ടെ ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തില് ചർച്ചയൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മുടെ എതിരാളിയെ നമ്മൾ അത്രത്തോളം മനസ്സിലാക്കിയിരിക്കണം. എതിരാളിയുടെ അടുത്ത് നമുക്കുള്ള വിശ്വാസം പോലെ ഇരിക്കും ആ ഒരു ചർച്ച സക്സസ് ആകുമോ ഫെയിലിയർ ആകുമോ എന്നുള്ളത്. സോ നിനക്കും ഇതുപോലെ ചർച്ചയൊക്കെ വെക്കുന്ന ഒരു എതിരാളി ഉണ്ടെങ്കിൽ നീ ആദ്യം ആ ഒരു എതിരാളിനെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ടാണ് ശ്രമിക്കേണ്ടതെന്നൊക്കെ ആയിരുന്നു അവനോട് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നതും. അവനും ഇപ്പോൾ അതൊക്കെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവിടെ ഉണ്ടായിരുന്ന ടൈം പീസിലൊക്കെ കൃത്യം 10 മണിയാകുന്ന സമയത്ത് അവനും കിഡ്നാപ്പറുടെ അടുത്തുനിന്നും ഒരു കോളൊക്കെ വരികയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.